ജയറാമേട്ടാ നമസ്കാരം. ചേട്ടാ എന്റെ പിഷു, എന്റെ കൊച്ചു മുതലാളി. വന്നിരിക്കണോ നീ? എനിക്ക് ഇപ്പോഴും ഞാൻ ഇവിടെ പാടി പാടി മരിക്കും. റിമി ടോമിക്ക് മലയാളികൾ ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. റിമി എന്ത് പറഞ്ഞാലും സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, എനിക്ക് റിമി ടോമിനെയും കൊരങ്ങിനെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സീരിയസ് അല്ല. എന്തുകൊണ്ടെന്നറിയാവോ? അടുത്ത സെക്കൻഡ് എന്താ ചെയ്യാൻ പോണേന്ന് അതിന് പോലും അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ചാടി ആ മരത്തെ ചാടി ഈ മരത്തെ ചാടി തൂങ്ങി പറഞ്ഞൊരു അങ്ങനത്തെ അല്ല ജയറാമേട്ട, അങ്ങനെ തോന്നിയിട്ടില്ലേ? അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് ഇല്ല പോകരുത്. അപമാനിച്ചു കഴിഞ്ഞെങ്കില റീമി ഇവിടെ വരുമ്പോഴൊരു കാര്യമുണ്ട്. റീമി നിങ്ങൾ പലതും പറഞ്ഞു. റീമി എനർജിയാണ്, സ്റ്റേജ് ആണ്, ജെനിഫർ ലോപ്പസ് ആണ്, പാട്ടാണ് എന്നൊക്കെ പറഞ്ഞു. കൊറേ പറഞ്ഞു. ഞാൻ കേട്ടു, ഞാൻ പറയുന്നതാ. അതിന്റെ കൂട്ടത്തിൽ റീമി മലയാളത്തിൽ ആദ്യമായിട്ട് ഹീറോയിനായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ണൻ താമരക്കുളം ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയിലാണ്. ജയറാമേട്ടന്റെ കൂടെയാണ്. എങ്ങനെയുണ്ടായിരുന്നു ജയറാമേട്ട ആ സമയത്ത്? പറഞ്ഞില്ലേ, ഉദാഹരണം പറഞ്ഞില്ലേ? പക്ഷെ കണ്ണൻ ചേട്ടൻ ഒരാളുടെ ധൈര്യത്തിന്റെ പുറത്താണ് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കുമായിരുന്നു. കാരണം എനിക്ക് പറ്റത്തില്ല ഏട്ടാ. കാരണം എനിക്ക് ഇപ്പൊ ഷൂട്ടിങ്ങിനൊക്കെ നിൽക്കുമ്പോഴും ആൾക്കാരെന്നെ കാണുന്നത് റിമി ടോമി ആയിട്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് തൊട്ട് എപ്പോഴും മാറാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് വേറെ കഥാപാത്രത്തോ ആകാനൊന്നും അങ്ങനെ ഒരു പണ്ട് തൊട്ടേ നമ്മൾ ഈ ടി വിയിൽ നമ്മുടെ ഒരു ഇമേജ് അതാണ്. അതെ അതെ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളല്ലേ ഒരുമിച്ച് ഫസ്റ്റ് പോകുന്നത് അല്ല? അയ്യോ, അത് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ഗൾഫ് എന്താണെന്നോ ഫ്ലൈറ്റ് എന്താണെന്നോ വലിയ വലിയ സ്റ്റാർസ് ആരാന്നോ എന്താന്നോ ദുബായ് എന്താന്നോ അറിയാത്തൊരു കുഞ്ഞി പ്രായം. അതായത് കാണുന്നവരെല്ലാരെയും ഭയമാകുന്ന എന്റെ കൗമാരകാലം. അപ്പൊ അതെന്ത് സംഭവിച്ചു? അതെന്റെ ഏറ്റവും ഫസ്റ്റ് പരിപാടി ഏഞ്ചൽ വോയിസിന്റെ ആയിരുന്നു. പക്ഷെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർസിനെ കാണുന്ന വെച്ചാൽ ഗൾഫിൽ നടക്കുന്ന എന്ന് വെച്ചാൽ എത്ര പേര് ജയറാമേട്ടനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്ന ഒരു അവസ്ഥ. കുടമുല്ലപ്പൂവിനും അത് ഒരു 25 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്ത് ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പോൾ ഈ ഷോ കഴിഞ്ഞു. ഇപ്പൊ ഷാർജയിൽ ഒരു പരിപാടി, ദുബായിൽ ഒരു പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ തുടങ്ങുന്നതിന് മുമ്പും കഴിയുമ്പോഴൊക്കെ ഹോട്ടലിൽ വൻപിച്ച ജനത്തിരക്ക. ഈ സ്റ്റേജിന് ആൾക്കാർ വരുന്നതിന്റെ അപ്പുറം തന്നെ ഹോട്ടലിൽ കാണാൻ വേണ്ടി ജനസാഗരം വരും. അപ്പൊ ഇവരൊക്കെ വരുമ്പോഴത്തേക്കും സുജാ കാർത്തിക, കാവ്യ മാധവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആരും സുജാ കാർത്തികയെ പോലെ ഉണ്ട്. ഈ സുജാ കാർത്തിക ഒന്നുമില്ല, പിന്നെ ഇതാര് മാറി നിൽക്കാൻ. അങ്ങനെ ഒരു കാലം. പക്ഷെ അവിടെ ജയറാമേട്ടനെ പോലെയും പ്രഭു സാറിനെ പോലെയും ആൾക്കാര് നമ്മളൊരു ചിങ്ങമാസം ഒന്നും റിലീസായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പിടിക്കേണ്ട പറയുന്ന റീമി ഈയിടെയായിട്ട് ചെറിയൊരു ജിമ്മും പരിപാടികളൊക്കെ അതുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്ന ഒരു റീമി എന്നുള്ളതിനപ്പുറം റീമി നമ്മളിങ്ങനെ പോണിട്ടയിൽ കെട്ടി പാവാടയും ഒരു ബ്ലൗസും ഒക്കെ ഇട്ട് പാടിക്കൊണ്ടിരുന്ന റീമി വിത്ത് ചന്ദനക്കുറി ഇതൊക്കെ ഇട്ടൊരു റീമി എല്ലാം ഇടുന്ന. അത് മാത്രമല്ല, നമുക്കൊക്കെ പണ്ട് തൊട്ട് ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വന്നാൽ ചിരിച്ച മുഖം ഇങ്ങനെ അല്ലാതെ ക്യാമറ കണ്ടാൽ നമ്മൾ ചിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് പേര് ആറ്റിറ്റ്യൂഡ് ഇടുന്നുണ്ട്. ഞാൻ റീമിയുടെ ഒന്നും മുഖത്ത് ഇതുവരെ കാണാൻ ചില ഫോട്ടോ കാണും. ഇപ്പം ആ സാധനമൊക്കെ ഇപ്പൊ മുഖത്ത് ഇടുന്നുണ്ട്. പാല അൽഫോൺസ കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരുമ്പോ മധു ബാലകൃഷ്ണന്റെ ഗാനമേള. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് റിക്വസ്റ്റ്, ഞങ്ങളുടെ കോളേജിൽ ഒരു കുട്ടിയുണ്ട് ഒരു പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര റിക്വസ്റ്റ്. പിന്നെ തറപ്പേലച്ചൻ പറഞ്ഞ മധുചേട്ടന് നോ പറയാൻ പറ്റില്ല. അപ്പൊ മധുചേട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗാനമേളയിൽ ഞാൻ മധുചേട്ടനെ അങ്ങനെ ഒരു ചെറിയ പേപ്പറൊക്കെ പിടിച്ചു വന്ന് പാടിയ ഒരു കൊച്ചു ഗായകനെ മധുചേട്ടന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഇപ്പൊ അത് മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, മറക്കില്ല, ഒരിക്കലും മറക്കില്ല. ജയറാമേട്ടൻ ഉണ്ടായതുകൊണ്ട് മഴവിൽ കാവടി എന്ന ചിത്രത്തില് ജയറാമേട്ടൻ ഉർവശി ചേച്ചി കോംബോ, ഉയ്യോ അത് പ്രത്യേകിച്ച് ഈ സിനിമ അതില് നമുക്ക് തങ്കത്തോണി എന്നായാലോ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ
പാൽക്കാവടിയും കണ്ടേ കന്നീലക്കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാനെത്താനുണ്ടേ തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. തിനകൊയ്യാപ്പാടത്ത് കതിരാടും നേരം ഏലേലപ്പുഴയോരം മാനോടും നേരം തിനകൊയ്യാപ്പാടത്ത് കതിരാടും നേരം ഏലേലപ്പുഴയോരം മാനോടും നേരം നീയാമ്പൽ പൂന്തണ്ടിൽ തിരയാടും നേരം മൂളിപ്പോയി കാറ്റും ഞാനും ഓ തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നീലക്കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാനെത്താനുണ്ടേ തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. പൂമാലക്കാവിൽ തിരയാടും നേരം പഴനിമലക്കോവിലിൽ മയിലാടും നേരം പൂമാലക്കാവിൽ തിരയാടും നേരം പഴനിമലക്കോവിലിൽ മയിലാടും നേരം ദീപങ്ങൾ തെളിയുമ്പോൾ എന്നുള്ളം പോലും മേളത്തിൽ തുള്ളിപ്പോയി ഓ തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നീലക്കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാനെത്താനുണ്ടേ തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. ഇപ്പൊ മറുനാട്ടിലൊരു മലയാളി പോലെയുള്ള സിനിമകളൊക്കെ പണ്ട് നസീർ സാറിന്റെ കാലം കഴിഞ്ഞിട്ട് ഇത്രയും മനോഹരമായിട്ടൊരു തമിഴ്നാട് കേരള കോമ്പിനേഷനിൽ വന്ന ഒരു പടം മഴവിൽ കാവടിയാണ് ആദ്യം പോയി വന്നത്. താമസിക്കുന്നതും ഉർവശി ചേച്ചി അവിടെ ഉള്ള വരുന്നതും അവിടെ നമ്മുടെ കൃഷ്ണൻകുട്ടി നായരുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് 40 ഫ്രെയിംസിൽ ഓടുന്നു. അത് കഴിഞ്ഞാലും ആ സിനിമയില് കാലത്തെ അതിജീവിക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾ. ജയറാമേട്ടൻ നടന്നു വരുമ്പോ ഏതോ ഒരു തമിഴിനോട് അനാവശ്യമായിട്ട് എന്തോ പറഞ്ഞിട്ട് അയാൾ എന്നങ്ങോട്ട് പറയുന്നത് ഒറിജിനൽ നടന്ന സംഭവമല്ലേ? അയ്യോ, അത് ഞാൻ പല ഇന്റർവ്യൂവിൽ പഠിച്ച സത്യനന്ദിക്കാട് എഴുതിയിട്ടുണ്ട്, ഒരു മാഗസിനിൽ എഴുതിയിട്ടുണ്ട്. അതായത് എന്നും രാവിലെ ഞങ്ങൾ ഒരുമിച്ച്, വിപിൻ മോഹനാണ് ക്യാമറ, സത്യം ഞങ്ങൾ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ പഴനിയിൽ കുഞ്ഞിക്കാദറിനെ അന്വേഷിച്ച് വരുന്നുണ്ട്, മാമുക്കോയനെ അന്വേഷിച്ച് വരുന്നുണ്ട്. ലെതർ കമ്പനിയിലെ സൂപ്പർവൈസർ ആയിട്ടുള്ള കുഞ്ഞിക്കാദറിനെ അറിയോ ചോദിച്ചു പല സ്ഥലത്തും ചോദിക്കണം. അപ്പോൾ അതിന്റെ എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ച് രാവിലെ പോകുമ്പോൾ ഒരു ഏർലി മോർണിംഗിൽ ഒരു വലിയ ജഡയൊക്കെ ആയിട്ടൊരു സന്യാസി ഒരു മണ്ഡപത്തിന്റെ അകത്തിരിക്കുക, നല്ല ലൈറ്റ്, ആഹാ നല്ല വിഷ്വല്, വണ്ടി പതുക്കെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി ചോദിക്കട്ടെ. ചോദിച്ചോ, ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒന്നും അറിയിക്കട്ടെ, സൈഡിൽ കൂടെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും പ്ലാൻ ഇല്ലാതെ ഞാൻ ചെന്നു. സ്വാമി
സ്വാമി കേൾക്കുന്നില്ല. സ്വാമി ഒറ്റ വിളിച്ചു 8 പുള്ളി എനിക്ക്. ഈ ലെതർ കമ്പനിയിലെ സൂപ്പർവൈസർ കുഞ്ഞിക്കാതറിന് അറിയുമെന്ന് ചോദിച്ചു. എങ്കേ തെരിയുമ്പോ മറ്റേ ചോദിച്ചു. കാലങ്ങളായിട്ട് അങ്ങോട്ട് തപസ്സിരിക്കുന്ന ഒരാളാണ്. ഒരാളും അയാളെ ശല്യപ്പെടുത്താൻ പോയില്ല. തെറിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പച്ച തെറി എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞ അത്ര ഒരു, പക്ഷെ എന്റെ റിയാക്ഷൻ ഒരു മാറ്റവും ഇല്ല. ഓക്കെ കേട്ട് നിൽക്കുന്ന പോലെ തന്നെ ഫുൾ റിയാക്ഷൻ കേട്ടിട്ട് അവസാനം ശരി സ്വാമി എന്ന് പറഞ്ഞിട്ട് നടന്നു വന്നു. ഷോട്ടോ ഒക്കെ വെച്ചു. ആ പച്ച തെറിയുടെ മുകളിൽ ഇപ്പോഴും ഡബ് ചെയ്തിട്ടുണ്ട്. എങ്കിട്ട കേക്കറായി തമ്പി അന്ത മുരുകനിടം പോയി കേൾ, ആണ്ടവനിടം പോയി കേൾ പോ എന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് യു. അത് ക്ലീൻ ആയിട്ട് തമ്പി.